റാപ്പർ വേടന്റെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും 1,75,552 രൂപയുടെ നഷ്ടമുണ്ടായതായി പാലക്കാട് നഗരസഭാ സെക്രട്ടറി. പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകരായ പട്ടികജാതി വികസന വകുപ്പിന് നോട്ടീസ് നൽകി. കോട്ടമൈതാനത്തെ ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിന്നുകളും നശിപ്പിച്ചതിൽ പാലക്കാട് സൗത്ത് പോലീസിലും നഗരസഭ പരാതി നൽകിയിട്ടുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളായി. ഇക്ബാൽ, ഇതിൽ പണം തിരിച്ചടയ്ക്കൽ ഉൾപ്പെടെ നടപടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ പിഴ ചുമത്തും എന്നുൾപ്പെടെ നഗരസഭ വ്യക്തമാക്കിയതാണ്. ഇതിപ്പോൾ നഷ്ടത്തിന്റെ ഒരു കണക്ക് അത് പുറത്തുവിട്ടിരിക്കുകയാണല്ലേ? വിനീത, കഴിഞ്ഞ ദിവസമാണ് സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും ചേർന്നുകൊണ്ട് പാലക്കാട് കോട്ടമൈതാനത്ത് റാപ്പർ വേടനെ എത്തിച്ചുകൊണ്ട് ഒരു മ്യൂസിക് ഷോ സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്ക് അവിടെ ഉൾക്കൊള്ളാവിൽ കൂടുതൽ ആളുകളാണ് ചെറിയ കോട്ടമൈതാനത്തേക്ക് എത്തിയത്. ഏകദേശം 4000-ൽ കുറവ് ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ വേണ്ടി കഴിയുന്ന ചെറിയ കോട്ടമൈതാനത്തേക്ക് 10,000-ലധികം ആളുകളാണ് റാപ്പർ വേടൻ്റെ ഈ മ്യൂസിക് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ വേടനെ കാണാൻ വേണ്ടിയും പാലക്കാട്ടേക്ക് ഈ കോട്ടമൈതാനത്തേക്ക് എത്തിയത്. ഇതിനിടയിലാണ് കോട്ടമൈതാനത്ത് അമൃത് പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് നഗരസഭ ഒരുക്കിയിട്ടുള്ള വേസ്റ്റ് ബിന്നുകളും ഇരിപ്പിടങ്ങളും തകർത്തു എന്ന രീതിയിലുള്ള ഒരു പരാതിയുമായി പാലക്കാട് നഗരസഭാ അധികൃതർ രംഗത്തേക്ക് എത്തിയത്. ഏതായാലും പരിശോധന നടത്തിയതിനു ശേഷം നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് അറിയിച്ചിരുന്നു. ഏതായാലും സംഘാടകർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസ് ഇപ്പോൾ പാലക്കാട് നഗരസഭ നൽകിയിട്ടുണ്ട്. അതിൽ ഈ ഇരിപ്പിടങ്ങൾ 4 ഇരിപ്പിടങ്ങളാണ് തകർത്തിട്ടുള്ളത്. അതിനുവേണ്ടി മാത്രം 1,51,552 രൂപയുടെ നോട്ടീസ് നൽകിയിരുന്നു. അതിനോടൊപ്പം തന്നെ വേസ്റ്റ് ബിന്നുകൾ, അത് 4 വേസ്റ്റ് ബിന്നുകൾ തകർത്തതായി കാണിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ 1,75,552 രൂപ സംഘാടകർ പിഴയായി നഗരസഭയ്ക്ക് അടയ്ക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നഗരസഭാ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. പട്ടികവർഗ വികസന ഓഫീസിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നോട്ടീസ് പാലക്കാട് നഗരസഭ സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസിനും ഇപ്പോൾ നഗരസഭ പരാതി നൽകിയിട്ടുണ്ട്. അമിതമായി ആളുകൾ എത്തുന്നു, അതിനുശേഷം പിന്നീട് ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിന്നുകളും ഉൾപ്പെടെ തകർത്തിട്ടുണ്ട് എന്നാണ് നഗരസഭ അറിയിച്ചിട്ടുള്ളത്. ഉൾക്കൊള്ളാവിൽ കൂടുതൽ ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തിയതാണ് ഇത്തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് ഇപ്പോൾ നഗരസഭ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസിലേക്ക് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് സമർപ്പിച്ചിരിക്കുകയാണ്. വിനീത, ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്.